താൻസാൻ എക്കിഡോ എന്നീ രണ്ട് സന്യാസിമാർ ഒരിക്കലൊരു യാത്രയിലായിരുന്നു. കനത്ത മഴ കാരണം വഴിയിലുള്ള ഒരു നദി കരകവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവിടെ നദി കടക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു യുവതിയെ അവർ കണ്ടു. സന്യാസിമാർ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്ന കർശന നിയമമുണ്ടായിട്ടും താൻസാൻ യാതൊരു മടിയുമില്ലാതെ അവളെ എടുത്ത് മറുകരയിൽ സുരക്ഷിതമായി ഇറക്കിവിട്ടു. എന്നിട്ടവർ യാത്ര തുടർന്നു. പക്ഷേ കൂടെയുണ്ടായിരുന്ന എക്കിഡോയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നിയമം ലംഘിച്ചല്ലോ എന്നോർത്ത് അയാൾ മണിക്കൂറുകളോളം അസ്വസ്ഥനായി നടന്നു. ഒടുവിൽ ദേഷ്യം സഹിക്കാനാവാതെ അയാൾ താൻസാനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ വളരെ ശാന്തനായി താൻസാൻ കൊടുത്ത ആ മറുപടിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജി ഇരിക്കുന്നത്. "ഞാൻ ആ സ്ത്രീയെ എപ്പോഴേ ആ നദിക്കരയിൽ ഇറക്കിവെച്ചു. നീ എന്തിനാണ് ഇപ്പോഴും അവളെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്?" സൈക്കോളജിയിൽ ഇതിനെ റൂമിനേഷൻ എന്ന് വിളിക്കും. കഴിഞ്ഞുപോയ ഒരു നെഗറ്റീവ് സംഭവത്തെ തലച്ചോർ ഒരു ലൂപ്പിലിട്ട് വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുന്ന അവസ്ഥ. നമ്മളെ വേദനിപ്പിച്ചവരെയോ ദേഷ്യം പിടിപ്പിച്ചവരെയോ നമ്മൾ ഫിസിക്കലായി അവിടെ ഉപേക്ഷിച്ചാലും മെന്റൽ ലഗേജായി ദിവസം മുഴുവൻ അവരെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇത് നമ്മുടെ ഊർജ്ജം നശിപ്പിക്കുക മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഒരു തർക്കമോ മോശം സംഭവമോ കഴിഞ്ഞാൽ ആ നദിക്കരയിൽ വെച്ച് തന്നെ അത് താഴെ ഇറക്കി വെക്കാൻ ശീലിക്കുക. ഇന്നലകൾ എന്നത് തലച്ചോറിലെ വെറുമൊരു മെമ്മറി കാർഡ് മാത്രമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വർത്തമാനകാലത്തെ നശിപ്പിക്കുന്നത് ആവശ്യമില്ലാത്ത ഭാരം ചുമക്കുന്നതിന് തുല്യമാണ്.